2024 LBSന്റെ അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ക്ലെയിം റിജക്റ്റ് ആവുകയോ അല്ലെങ്കിൽ ക്ലെയിം ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് അതിൽ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് സംശയമുണ്ട് എങ്ങനെയാണ് ഞങ്ങളിത് ക്ലിയർ ചെയ്യുക എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ LBSന്റെ ഹോം പേജിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഫൈനൽ പ്രാഥമിക പരിശോധന, അതായത് ഇനിഷ്യൽ ഒരു സ്ക്രൂട്ടണിക്ക് ശേഷം ഉള്ള അപേക്ഷകൾ 28/6 ജൂൺ 28 പ്രസിദ്ധീകരിക്കും. അതായത് ഒരു ഫസ്റ്റ് വെരിഫിക്കേഷന് ശേഷം 28 നിങ്ങളുടെ അപേക്ഷ പ്രസിദ്ധീകരിക്കും, പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്ലെയിമുകൾ അല്ലെങ്കിൽ അതിൽ റിമാർക്കുകൾ ഉണ്ടാവും, ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയം ജൂലൈ 5 വൈകിട്ട് 5 മണി വരെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഡിഫക്റ്റുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ വീണ്ടും റീ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഉള്ള ഫൈനൽ പിന്നീട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിർബന്ധമായിട്ടും കയറി ചെക്ക് ചെയ്യുക. എല്ലാ കുട്ടികളും LBSന് അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളും അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ചെക്ക് ചെയ്യുക. ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്ത് അത് പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഏതൊക്കെ സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ചെയ്യാമെന്നും ആ റിജക്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റിന് പകരം എന്ത് ചെയ്യാമെന്നുമുള്ളത് ഒരു ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ LBS പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയാം. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൊടുത്ത രേഖകൾ പ്രകാരമുള്ള പരിശോധന കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റാറ്റസ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് നിരസിക്കുകയും ബാക്കിയുള്ള ക്ലെയിം അല്ലെങ്കിൽ ഈ ക്ലെയിമുകളാണെങ്കിൽ പോലും ടെമ്പററി, അതായത് പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ചിലരുടെ ഉണ്ടാവുക. ചിലരുടേത് ഇപ്പോഴും അത് വെരിഫിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും രേഖകൾ ഇല്ല അല്ലെങ്കിൽ അത് ഡിഫക്റ്റീവ് ആണ്, ക്ലിയർ അല്ല, അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങളുടെ സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ആ സ്റ്റാറ്റസ് നോക്കുക, സ്റ്റാറ്റസിൽ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വീണ്ടും അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രൂട്ടണി നടത്തിയതിന് ശേഷം സ്റ്റാറ്റസിൽ മാറ്റം വരുത്തും. അപ്പോൾ നിങ്ങൾക്കത് സ്റ്റാറ്റസിൽ കാണാം, അക്സെപ്റ്റഡ് എന്ന് കാണാം. ഇനി നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ കറക്റ്റ് ആയിരിക്കണം എന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ കറക്റ്റ് ആയിരിക്കണം. അതിൽ പറഞ്ഞിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ട് അഡ്മിഷൻ ലഭിച്ചാലും അത് കണ്ടുപിടിച്ച അഡ്മിഷൻ ക്യാൻസൽ ആവും. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആയിരിക്കണം സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് അർഹതയുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കൊടുക്കുകയും ചെയ്യുന്നത്. ഇനി പുതിയ ക്ലെയിമുകൾ കൊടുക്കാൻ പറ്റൂല. ഓൾറെഡി കൊടുത്ത ക്ലെയിമുകളിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റാൻ പറ്റൂ. പുതിയതായി ഒരു ക്ലെയിം കൊടുക്കാൻ പറ്റില്ല. ഇനി ഈ റീവെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് റിജക്റ്റോ അക്സെപ്റ്റ് സ്റ്റാറ്റസിലൊക്കെ മാറ്റം വരും. അപ്പോൾ റിജക്ട് ചെയ്താൽ അത് റിജക്ട് തന്നെയാണ്, അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ പ്രശ്നങ്ങളില്ല, നിങ്ങൾക്ക് ആ റിസർവേഷൻ കിട്ടുകയും ചെയ്യും. ഇനി സാധാരണഗതിയിൽ താൽക്കാലികമായിട്ട് നിരസിച്ചിരിക്കുന്ന കാരണങ്ങൾ ഒന്ന് നേറ്റിവിറ്റി തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആരുടെയെങ്കിലും നേറ്റിവിറ്റി പ്രൂവ് ചെയ്തിട്ടില്ല എന്ന് കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കേരളൈറ്റ് എന്ന് കാണിക്കാൻ അതിനുള്ള രേഖ അപ്ലോഡ് ചെയ്യാതിരിക്കുകയും ചെയ്താലാണ് ഇത് കാണിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കേരളൈറ്റ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് റിസർവേഷനും ഫീസ് കൺസെഷനും ഒക്കെ കിട്ടുക. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നേറ്റിവിറ്റിക്ക് വേണ്ടി ജനനസ്ഥലം കേരളത്തിലാണ് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അത് നിങ്ങളുടെ SSLC ബുക്ക് ആവാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ കൊടുക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ആവാം. ഇതിൽ ഏത് കൊടുത്താലും നേറ്റിവിറ്റിയാണ്. ഇനി കുട്ടി ജനിച്ചത് കേരളത്തിലല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ ജനനസ്ഥലം കേരളത്തിലാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് മതി. അതായത് അവരുടെ SSLC ബുക്കോ അവരുടെ പാസ്പോർട്ടോ അവരുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ കൊടുത്താലും മതി. കാരണം അവരുടെ ജനനസ്ഥലം തെളിയിച്ചാൽ മതി. അതിനുകൂടി എന്തുകൂടി അപ്ലോഡ് ചെയ്യണം? കുട്ടിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്നത്. അത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. അപ്പോൾ കുട്ടിയുമായിട്ടുള്ള ബന്ധം തെളിയും. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും കൂടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നോൺ കേരളൈറ്റ് എന്ന് കാണിക്കുകയും അതിനുള്ള രേഖ അപ്ലോഡ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ പിന്നെ കേരളൈറ്റ് ആയിട്ട് പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നവർ നിങ്ങളുടെ ജനനസ്ഥലം തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കുട്ടി കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ പേരന്റിന്റെ പ്ലേസ് ഓഫ് ബർത്ത് കേരളമാണെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്തും അപ്ലോഡ് ചെയ്യാം. ഇനി നോൺ കേരളൈറ്റ് 1 എന്ന് പറയുന്ന കാറ്റഗറി, സപ്പോസ് കുട്ടി കേരളത്തിലല്ല, കുട്ടിയുടെ പേരൻസും കേരളത്തിൽ ജനിച്ചവരല്ല എങ്കിൽ കുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യത കേരളത്തിലായാൽ മതി. അതായത് അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ 2 വർഷത്തിൽ കുറയാതെ കേരള സർക്കാരിൽ ജോലി നോക്കിയവരായിരിക്കണം, അല്ലെങ്കിൽ നോക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിഫൻസ് സർവീസിൽ കേരളത്തിൽ പോസ്റ്റ് ചെയ്തവരായാൽ മതി. 12 വർഷത്തെ പഠനത്തിനിടയിൽ 5 വർഷത്തിൽ കുറയാതെ കുട്ടി കേരളത്തിൽ താമസിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ 8 തുടങ്ങി 12 വരെ ക്ലാസ്സുകളിൽ കേരളത്തിൽ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിന് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഈ 4B എന്നുള്ള ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇവർക്ക് ആനുകൂല്യമൊന്നും കിട്ടില്ല, സ്റ്റേറ്റ് മെറിറ്റിൽ പരിഗണിക്കും. ഇനി നോൺ കേരളൈറ്റ് 2, അതായത് അതേഴ്സ്, കേരളൈറ്റോ നോൺ കേരളൈറ്റ് 1 അല്ലെങ്കിൽ അവർ നോർമലി എന്താണ് നോൺ കേരളൈറ്റ് 2 ആണ്. അവർ ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖ അപ്ലോഡ് ചെയ്യണം.
ഓക്കെ, ഇവർക്ക് മാനേജ്മെന്റ് സീറ്റിലെ 10% മാത്രമേ റിസർവേഷൻ ഉണ്ടാവൂ, അല്ലെങ്കിൽ റിസർവേഷൻ അല്ല അപേക്ഷിക്കാൻ പറ്റൂ. ഇനി ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ സാധിക്കാത്ത കുട്ടികളുടെ ബർത്ത് അവർ എന്ത് ചെയ്യണം? ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഇതിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി. ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ കൊടുക്കരുത്. അതേപോലെ SC/ST വിഭാഗക്കാരുടെ സർട്ടിഫിക്കറ്റിലാണ് ഡിഫക്റ്റ് എങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അത് 3 വർഷം കാലാവധി ഉള്ളതാണ്, അപ്പോൾ വാലിഡ് ആയിരിക്കുന്നതാണ് കൊടുക്കുന്നത്, അതായത് കാലാവധി കഴിഞ്ഞത് കൊടുക്കരുത്. ഇനി ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാത്തത്, ഇപ്പൊ മാർക്ക് ലിസ്റ്റ് നോട്ട് ക്ലിയർ, നോട്ട് വാലിഡ്, നെറ്റ് കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ്, ഇൻകംപ്ലീറ്റ്, നോട്ട് സബ്മിറ്റഡ്, അങ്ങനെയുള്ള റിമാർക്കാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ മാർക്ക് ലിസ്റ്റിന്റെ ഒറിജിനൽ അപ്ലോഡ് ചെയ്യണം. ചില കുട്ടികൾ 2024 പാസ്സായിട്ടുണ്ടാവും, പക്ഷെ മുൻ വർഷങ്ങളിൽ ചില വിഷയങ്ങൾ, അതായത് എല്ലാ വിഷയമല്ല, ചില വിഷയം 2024 പാസ്സാവുകയും ബാക്കിയെല്ലാം മുൻപ് പാസ്സാവുകയും ചെയ്ത്. അപ്പോൾ 2023 എഴുതിയ കുട്ടി ഒരു പേപ്പർ പോയെങ്കിൽ 2024 എഴുതി പാസ്സായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ മാർക്ക് ലിസ്റ്റ് ആയിട്ട് കമ്പൈൻ ചെയ്ത് ഒരു PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്യണം. 2023 22 എഴുതി ഒരു പേപ്പർ കിട്ടിയില്ല, 24 ആ പോയ പേപ്പർ എഴുതിയെടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ മാർക്ക് ലിസ്റ്റ് ആക്കി PDF അപ്ലോഡ് ചെയ്യുക. CBSE അല്ലെങ്കിൽ ISC, ഓപ്പൺ സ്കൂൾ, അതർ സ്റ്റേറ്റ് ബോർഡ് പഠിച്ചവരൊക്കെ മാർക്ക് ലിസ്റ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, പാസ് സർട്ടിഫിക്കറ്റ് അല്ല, ഹോൾ ടിക്കറ്റ് അല്ല. ഇനി അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആയിരിക്കണം. അതിൽ ക്ലിയർ ആയിട്ട് ബോർഡിന്റെ പേരും വർഷവും ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ ഗ്രേഡ് മാത്രം കാണിച്ചിട്ടുള്ള മാർക്ക് ലിസ്റ്റ്, ചിലതിൽ ഗ്രേഡേ ഉണ്ടാവുള്ളൂ, മാർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഗ്രേഡ് ടു പെർസെൻറ്റേജ്, അങ്ങനെയുള്ളവർ ആ ഗ്രേഡ് ടു പെർസെൻറ്റേജ് കൺവേർഷൻ കാണിക്കുന്ന പേജും, അപ്പോൾ അതിൽ തന്നെ അതും ഉണ്ടാവും. ഗ്രേഡിനെ എങ്ങനെ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് അതും അപ്ലോഡ് ചെയ്തിരിക്കണം. അതേപോലെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലുള്ള മാർക്ക് തന്നെയാണ് പബ്ലിഷ് ചെയ്തതെന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൽ പബ്ലിഷ് ചെയ്ത മാർക്ക് ലിസ്റ്റിൽ നിങ്ങളുടെ മാർക്കുമായിട്ട്, നിങ്ങൾ കൊടുത്ത മാർക്കുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലെ മാർക്കുമായിട്ട് പബ്ലിഷ് ചെയ്തതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള LBS സെന്ററിൽ ഈ ഡോക്യുമെന്റും ഒക്കെ ആയിട്ട് അറിയിച്ച് അതിൽ കറക്ഷൻ വരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ഇനി മറ്റ് അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ക്ലെയിം നിരസിക്കാനുള്ള കാരണം, ചില കുട്ടികൾക്ക് മൈനോറിറ്റി ക്ലെയിം നിരസിച്ചിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, NCL സർട്ടിഫിക്കറ്റോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ SSLC ബുക്കോ അപ്ലോഡ് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. അതേപോലെ SCBC വിഭാഗക്കാരുടേത് റിജക്ട് ആയിട്ടുണ്ടെങ്കിൽ അവർ NCL അപ്ലോഡ് ചെയ്യണം. SC/ST ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള നോൺ ക്രിമിനൽ ആയിരിക്കണം കൊടുക്കേണ്ടത്. ചില കുട്ടികളുടെ EWS നിരസിച്ചിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യണം? ഇൻകം ആൻഡ് അസറ്റ് സ്റ്റേറ്റ്മെന്റ്, അത് ഇൻകം 4 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ പരിഗണിക്കൂല, അതിന്റെ താഴെയാണെങ്കിലേ പരിഗണിക്കൂ. അപ്പോൾ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ AY സർട്ടിഫിക്കറ്റ് മാത്രമാണ് EWS പരിഗണിക്കുക. ഫിനാൻഷ്യൽ ഇയർ 2023-24 എന്നാൽ AY അല്ലെങ്കിൽ PHHS സർട്ടിഫിക്കറ്റിന് ഇൻകം ലിമിറ്റും ഇല്ല, ഫിനാൻഷ്യൽ ഇയറിന്റെ ബാരിയറും ഇല്ല. ചില കുട്ടികൾക്ക് ഫീസ് കൺസെഷൻ നിരസിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC അപ്ലോഡ് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ നിരസിച്ചിട്ടുണ്ടാവും. അതേപോലെ ചില കുട്ടികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. ആ കുട്ടികൾ, അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ SCBC കാറ്റഗറിക്കൊക്കെയാണ് അതും ബാധകം. അപ്പോൾ അവരും എന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ NCL അപ്ലോഡ് ചെയ്യണം, SSLC ബുക്ക് അപ്ലോഡ് ചെയ്യണം. ഇത് കൂടാതെ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യണം. ഇനി ഫിഷർമാന്റെ കുട്ടികൾക്ക് അവരെന്താ ചെയ്യേണ്ടത്? മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഫിഷറീസ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അല്ലാതെ ID കാർഡ് അല്ല, പാസ്ബുക്ക് അല്ല. ക്ഷേമനിധി ബോർഡിലെ ഫിഷറീസ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് തന്നെ വേണം അപ്ലോഡ് ചെയ്യാൻ. അതേപോലെ സ്പെഷ്യൽ റിസർവേഷൻ, എക്സ് സർവീസ്, ഡിഫൻസ്, പാരാമിലിറ്ററി പോലുള്ള കേസിൽ അവർക്ക് എന്ത് ചെയ്യണം? ഇവർ അനക്സർ 5A അല്ലെങ്കിൽ 5B പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞതോ അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കുന്നതോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നോക്കുക, ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ 1 വർഷ വാലിഡിറ്റിയാണ്, കമ്മ്യൂണിറ്റിക്ക് 3 വർഷ വാലിഡിറ്റിയാണ്. അപ്പോൾ അതിൽ പേരിൽ വ്യത്യാസം വരരുത്, ക്ലാരിറ്റി ഇല്ലാത്തതായിരിക്കരുത്, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ക്ലിയർ ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതും ഒന്നിൽ കൂടുതൽ പേജുകളുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ മുഴുവൻ പേജുകളും അപ്ലോഡ് ചെയ്യണം. അതുപോലെ ഇതെല്ലാം അപ്ലോഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ക്ലിയർ ആണെന്ന് സ്ക്രീനിൽ നോക്കി ഉറപ്പ് വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ അപേക്ഷ കീർത്താഡ്സിന്റെ ഒരു ഫൈനൽ വെരിഫിക്കേഷൻ ഉണ്ടാവും, അതിനുശേഷമേ ഈ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് വരൂ. അതേപോലെ കുട്ടികളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യണം?
റിമാർക്ക് കോളത്തിൽ അത് മെൻഷൻ ചെയ്യുകയും എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ റിമാർക്ക് കോളത്തിൽ മെൻഷൻ ചെയ്യുകയും അതേപോലെ തൊട്ടടുത്ത LBS സെന്ററിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ ഞാനിതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഇനി ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാതെ എനിക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽ ഗ്രൂപ്പ് വഴി എത്തിക്കാം. സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.